ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് 18 വയസ്സുകാരനായിട്ടുള്ള ഗുകേഷ് തൊമ്മരാജ്. കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ വെച്ച് നടന്ന വേൾഡ് സെന്റോസ് റിസോർട്സിലെ ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചൈനയുടെ ഡിങ് ലിജനെ 58ാമത്തെ നീക്കത്തിൽ ചെക്ക് മേറ്റ് വിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന താരമായി മാറി ഗുകേഷ്. വേൾഡിലെ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെസ് ചാമ്പ്യൻ എന്ന് പറയുന്ന പദവിയാണ് ഗുകേഷ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ചെസ് ചാമ്പ്യൻ ആയിരുന്ന വിശ്വനാഥൻ ആനന്ദ് കിരീടം നേടിയതിന്റെ കൃത്യം 25 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഗുകേഷ് ഇപ്രാവശ്യം കിരീടം നേടിയിട്ടുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ചെസ് ചാമ്പ്യൻ ആയിരുന്ന ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ആക്ച്വലി ഗുകേഷ് നേടിയെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഗുകേഷിന്റെ സക്സസ് സ്റ്റോറീസ് എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ടൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ 2018 ഗുകേഷിന്റെ ഒരു ഇന്റർവ്യൂ സീൻ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഇന്റർവ്യൂവർ ചോദിക്കുന്നതിന്റെ എന്താണ് ഗുകേഷിന്റെ ഒരു എയിം എന്നുള്ളത്. ഗുകേഷ് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്, നോക്കാം. Your personal ambition. You're just 11 years, 6 months old. What do you want to do when you grow up? I want to become the youngest world chess champion. You want to become the youngest world chess champion, yeah? Yeah. So this boy completely loves chess and he is the next big thing to watch out from Indian. Yes, അപ്പോൾ വേൾഡിലെ തന്നെ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ആയി മാറിയിരിക്കുകയാണ് ഗുകേഷ് എന്ന് പറയുന്ന ചെന്നൈക്കാരൻ. ഗുകേഷിനെ പോലെ തന്നെ 23-ാം വയസ്സിലും 22-ാം വയസ്സിലൊക്കെ വേൾഡ് ചെസ് ചാമ്പ്യൻസ് ആയിരുന്നു മാഗ്നസ് കാൾസണും മിഖായിൽ താലും ഗാരി കാസ്പറോണൊക്കെ. ഗാരി കാസ്പറോണാണ് 1985 22 വയസ്സ് 6 മാസം പ്രായമുള്ള സമയത്ത് വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിരുന്നത്. ഈ ഒരു റെക്കോർഡാണ് ആക്ച്വലി 18 വയസ്സും 8 മാസവും പ്രായമുള്ള നമ്മുടെ ഗുകേഷ് തൊമ്മരാജ് എന്ന് പറയുന്ന ചെന്നൈക്കാരൻ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് റോഡ് ടു സക്സസ് 2006 മെയ് 29-നാണ് ഗുകേഷ് ജനിക്കുന്നത്. ചെന്നൈയിലെ ഡോക്ടർ രജനികാന്ത് ENT സർജൻ ആൻഡ് ഡോക്ടർ പത്മ മൈക്രോബയോളജിസ്റ്റ് ഇവരുടെ മകനായിക്കൊണ്ട് ഗുകേഷ് ജനിക്കുന്നു. 2015 അണ്ടർ 9 സെക്ഷൻ ഓഫ് ദി ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിലെ ചാമ്പ്യൻ ആയിട്ട് ഗുകേഷ് മാറുന്നു. 2018 ട്രയംഫ് ഇൻ ദ വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദി അണ്ടർ 12 കാറ്റഗറിയിൽ 2018 അദ്ദേഹം വിൻ ചെയ്യുന്നു. ആൾസോ വിൻ 5 ഗോൾഡ് മെഡൽസ് അറ്റ് ദി 2018 ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈമറി ലെവലിൽ തന്നെ അദ്ദേഹം ചെസ് ചാമ്പ്യൻഷിപ്പ് നേടണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ്സ് അദ്ദേഹം തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. 2019 ജനുവരി 15 becomes the second youngest grandmaster in history at the age of 12 years, 7 months and 17 days. The record has since been beaten by Abhimanyu Mishra. 2019 ജനുവരി 15 becomes the second youngest grandmaster in the history at the age of 12 years. 12ാമത്തെ വയസ്സിൽ second youngest grandmaster in the history എന്ന് പറയുന്ന ആ ഒരു പദവി അദ്ദേഹം നേടി. 7 months 7 days and the record has since been beaten by Abhimanyu Mishra. And 2021 wins the Julius Baer Challengers Chess Tour. ജൂലിയസ് ബയർ ചലഞ്ചേഴ്സ് ചെസ് ടൂറിലും 2021 അദ്ദേഹം റെക്കോർഡ് നേടിയിരുന്നു. 2022 ഓഗസ്റ്റിൽ ഒളിമ്പ്യാഡ് ഇൻഡിവിജ്വൽ ഗോൾഡ് അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. 2022 തന്നെ ഒക്ടോബറിൽ ഡ്യൂറിംഗ് ദി ആൻഷ്യസ് റാപ്പിഡ് ബിക്കംസ് ദ യങ്ങസ്റ്റ് പ്ലെയർ ടു ബീറ്റ് മാഗ്നസ് കാൾസൺ സിൻസ് ദ ലേറ്റർ ബിക്കം വേൾഡ് ചെസ് ചാമ്പ്യൻ. ആൻഡ് 2023 സെപ്റ്റംബറിലും ഒഫീഷ്യലി സർപാസസ് വിശ്വനാഥൻ ആനന്ദ് ആസ് ദ ടോപ്പ് റാങ്ക്ഡ് ഇന്ത്യൻ പ്ലെയർ ദ ഫസ്റ്റ് ടൈം ഇൻ 37 years ദിസ് ഹാസ് ഹാപ്പൻ. അപ്പോൾ വിവിധ മത്സരങ്ങളിൽ അദ്ദേഹം ചെറിയ പ്രായം മുതലേ ചെസ് ചാമ്പ്യനായി മാറിയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. വേൾഡിലെ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ആകണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഏറ്റവും ചെറിയ പ്രായം മുതൽ ഗുകേഷ് തൊമ്മരാജ് അതിന്റെ പ്രിപ്പറേഷൻസ്, കോച്ചിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ അദ്ദേഹം നേടിയെടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് മത്സരത്തിനും ഇത് തന്നെയാണ് അതിന്റെ സീക്രട്ട് ടിപ്പ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക, കൃത്യമായിട്ടുള്ള ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യുക, നമ്മുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുകേഷ് തൊമ്മരാജ് ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പക്ഷേ നേരത്തെ തന്നെ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങണം എന്ന് മാത്രം. ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന മത്സരം മാത്രമല്ല, ഇനി മറ്റേത് മത്സരമായിക്കോട്ടെ, ഏത് മത്സര പരീക്ഷകളായിക്കോട്ടെ, സ്കൂൾ ലെവലായിക്കോട്ടെ, മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന നിങ്ങളുടെ കരിയർ ഗോൾസ് ആയിക്കോട്ടെ, എല്ലാത്തിനും നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എയിമിൽ, നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ കൺഗ്രാറ്റുലേഷൻസ് ഗുകേഷ് തൊമ്മരാജ് വൺസ് മോർ. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ. നിങ്ങൾ പരമാവധി കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.